അപ്പം കൊഞ്ച് നമ്മൾ ഇന്നലെ വാങ്ങിച്ച കൊഞ്ചാണ്. അതിപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ, അപ്പം ആ അമ്മ തന്നെ നമുക്കെല്ലാം ക്ലീനാക്കി തന്നിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കൊഞ്ചാണ് കേട്ടോ, നല്ല ഫ്രഷ് കൊഞ്ചാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട ഇത് വള്ളിപ്പയറാണ്. വള്ളിപ്പയറും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വള്ളിപ്പയർ നമ്മൾ ഒരു ചട്ടിയിലോട്ട് തട്ടി കൊഞ്ചും കൂടെ നമ്മൾ ഈ വള്ളിപ്പയറിൻ്റെ അകത്ത് ഇടാൻ പോവുകയാണ്. വള്ളിപ്പയർ മാത്രം ഇട്ട് കൊഞ്ചും കൂടെ ഇടാൻ പോവുകയാണ്. ഫുൾ കൊഞ്ചും കിട്ടും. ഇനി അടുത്തിടാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് എത്തിച്ചിട്ട് അവിടെ അങ്ങ് വയ്ക്കാം. അപ്പോൾ ഇത് നല്ല വേവണം. ഓക്കെ, ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിനെ അടച്ചു വയ്ക്കാം. അപ്പോൾ അതിരുന്ന് വേവട്ടെ. ഇവിടെ വേറൊരു ഐറ്റം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ വെള്ളരിക്കയും പിന്നെ മുരിങ്ങയൊക്കെ ശേഷം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് വെച്ച ഒരു സ്പെഷ്യൽ ഒരു പുളിശ്ശേരി പോലത്തെ അല്ലെങ്കിൽ ഒരു തീയൽ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കറിയാണ്, ഒരു കറി. അപ്പോൾ വെള്ളരിക്ക ഇട്ട് അല്ല മുരിങ്ങയൊക്കെ ഇട്ട്. ഓക്കെ, അപ്പം മുരിങ്ങയ്ക്കയും വെള്ളരിക്ക ഇട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ചട്ടിയിലുണ്ടാക്കുന്നത്. ചട്ടിയിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ കറികളൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചട്ടി തന്നെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിരുന്ന് വേവട്ടെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി കുറേ കട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തൊന്നും കാണിച്ചിട്ടില്ല, അതൊക്കെ കുറച്ച് പരിപാടിയായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇതൊക്കെ വൃത്തിയാക്കാറുണ്ട്. കൊച്ചുള്ളി കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ നല്ല പോലെ നമ്മൾ ഇത് ഇടിച്ച് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഇടിച്ച് ഇഞ്ച പരിവാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തുള്ളി അതാണ് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഇടിച്ച് ചതയ്ക്കണം. കണ്ണൊക്കെ നീർന്നു. ഇതായിരുന്നു തുറന്നു നോക്കാൻ. ആയിട്ടില്ല, ആവണേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പുളിയും കൂടെ എടുക്കണം. പുളി ശകലം പിഴിഞ്ഞെടുക്കണം. വേറൊരു പൊടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പുളിയുടെ പൊടി. അത് വേണമെങ്കിൽ വെള്ളത്തിൽ കലക്കി എടുത്താൽ മാത്രം മതി. ഇതൊന്നും ഉണ്ടാവില്ല, ഈ ചണ്ടിയൊന്നും കിട്ടൂല. ഫുള്ള് പൊടിച്ചെടുത്തത്, ഉണക്കി പൊടിച്ചത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പുളി നല്ലപോലെ ഉടച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് പുളി കഴിക്കാം. പുളി കഴിച്ചു. അതിൻ്റെ അരപ്പാണ് തേങ്ങയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങയും ഉള്ളിയും ജീരകമിട്ട് അരച്ച് നമ്മൾ അരപ്പുണ്ടല്ലോ, അരപ്പ് ഇതിലോട്ട് ഒഴിക്കുകയാണേ. തിളവരണം. അതിന് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കലക്കി ഒഴിക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാമേ.
കറി കൂടി ഇതൊക്കെ ആര് കഴിച്ച് തീർക്കുന്നുണ്ടോ. ഇപ്പം എണ്ണ ഒഴിച്ച് നമുക്ക് കടു വറുക്കാൻ പോവാം. കടു വറുക്കാൻ വാങ്ങി വെച്ചിട്ടും അവൻ്റെ തിളപ്പ് കണ്ടില്ലേ, ഇതാണ് പറയണത്. കരയിരുന്നാലും അവൻ്റെ തിളപ്പ്, വലിയ തിളപ്പുകാരനാണ് അവൻ. അപ്പം നമുക്ക് എണ്ണ തിളച്ച് കഴിഞ്ഞാൽ ഇത്തുപ്പരം കടുക് ഇട്ട് കൊടുക്കാം. കടു പൊട്ടട്ടെ. കടു പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ഇടാം. ഉലുവ ചെറിയൊരു ജലദോഷം മാറുന്നില്ല. കടു പൊട്ടി തുടങ്ങി. ഇനി കുറച്ച് നമുക്ക് ഉലുവ ഇടാം. ഉലുവ ഇട്ടും മുളക്, വറ്റൽ മുളക്, കറിവേപ്പില സെറ്റായി. ഈ 2 ലാമ്പുക. പരിപാടി കഴിഞ്ഞ് ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അതിനടുത്ത് ഒഴിക്കാമേ. വാ ഈ പാൻ. വാ വാ പൊളി. അടിപൊളി അടിപൊളി. എന്താ ഭംഗിയല്ലേ. ഇപ്പാണ് സെറ്റായത്. അപ്പം നമ്മൾ കറി റെഡി ആയിരിക്കുന്നു. വാ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പം നമ്മുടെ കറി അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. അപ്പം വനജ ആൻറ്റിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മുടെ വനജ ആൻറ്റിയുടെ റെസിപ്പിയാണ് എനിക്ക് കമൻറ്റ് ചെയ്ത വനജ ആൻറ്റിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു റെസിപ്പി എടുത്തത്. കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഇടുക്കി കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വനജ ആൻറ്റിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അവർ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂരജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ഈ ഒരു പുളിശ്ശേരി പോലെ എരിശ്ശേരി പോലെ അങ്ങനത്തെ ഒരു എന്ത് പറയും, ചോറിനൊക്കെ സെറ്റായിരിക്കും. അപ്പോൾ അവരെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ മുട്ടയൊക്കെ ഉണ്ടാക്കി തിന്നപ്പോൾ ഉപ്പും മുളകൊന്നും ഇടാതെ കഴിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് റെസിപ്പി എനിക്ക് അയച്ചു തന്നത്. അപ്പം അങ്ങനെ നമ്മുടെ വനജ ആൻറ്റിയുടെ റെസിപ്പിയാണ് ഈ റെസിപ്പി. അപ്പം ഇനി ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ. അതായത് ഈ നമ്മൾ കടുവറുത്ത സമയത്ത് ഈ കടുവറുത്ത സമയത്താണെങ്കിൽ അതിൽ കടുവറുക്കണതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ച തേങ്ങയും കൂടെ ഇടാനാണ് പറഞ്ഞത്. തേങ്ങ തിരുവിയത് അതുകൂടെ ഇട്ട് വറുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് നോക്കിയപ്പോൾ തേങ്ങ തികഞ്ഞില്ല, ഇത്തുപോലെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് അതുകൂടെ വെച്ച് സെറ്റാവുമെന്നാണ് പറഞ്ഞത്. അതെന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം, തേങ്ങ കൂടെ ഇട്ടിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പറ ചോറുണ്ണാൻ പറ്റും. വനജ ആൻറ്റിയുടെ നമ്മളെ കുട്ടിക്കാനത്തുള്ള ഇടുക്കി കുട്ടിക്കാനത്തുള്ള വനജ ആൻറ്റിയുടെ ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നതിൽ. അപ്പോൾ എന്താ പറയുക, ഇതുപോലത്തെ നിങ്ങളുടെ നാട്ടിലേക്കുള്ള സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള അല്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള കറിയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ അത് എപ്പോഴും കഴിക്കണമില്ല. ഇതൊക്കെ ഒരു വെറൈറ്റി കറിയാണ്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇതൊരു വെറൈറ്റി. വെള്ളരിക്കയും മുരിങ്ങയൊക്കെയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൊരു കറി അടിപൊളിയായിരിക്കും. ഞാൻ തേങ്ങയുടെ മറന്നുപോയതാണ്, കാരണം തേങ്ങ തികഞ്ഞില്ല, അതുകൊണ്ടാണ്. അപ്പം തേങ്ങയുടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കിഴങ്ങ്, ചേമ്പ്, ചേന അങ്ങനത്തെ കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഓപ്ഷനാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ സൂരജ് മോനെ ഇട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ആ ഒരു കിഴങ്ങ്, ചേമ്പോ ചേനയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കുറുക്ക് കിട്ടും. അപ്പോൾ നല്ല കുറുകുറാന്ന് വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ചേന ചേമ്പൊന്നും ഇല്ലായിരുന്നു, ഞാനും അത് വിട്ടുപോയി വാങ്ങാനും. അപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ആ ഒരു കറി സെറ്റാക്കി എടുത്തത്. ഓക്കെ, അപ്പം കൊള്ളായിരിക്കും. അപ്പോൾ എന്തായാലും വനജ ആൻറ്റി കമൻറ്റ് ചെയ്യണം കേട്ടോ, നമ്മൾ നിങ്ങളുടെ റെസിപ്പി ഇവിടെ സെറ്റ് ചെയ്തതിൽ. അപ്പോൾ നമ്മൾ കൊഞ്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഗ്യാസ് വെച്ച് ചട്ടി വെച്ച്, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറേ നല്ല ചട്ടി പാത്രങ്ങൾ ഇതെല്ലാം ഞാൻ നമ്മുടെ സോമാച്ചൻ്റെ വീട്ടിൽ കൊടുത്തിരിക്കുകയാണ്.
കാരണം അവിടെ പാത്രം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി കൊടുത്തു. അതുകൊണ്ട് നമ്മളെല്ലാം പഴയ പാത്രത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേറെ 2-3 പാത്രങ്ങൾ മേടിക്കണം. അപ്പോൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. അപ്പോൾ ഈ കൊഞ്ച് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് കൊഞ്ച് ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ്, കൊഞ്ചും വള്ളിപ്പയറും കൂടെ. അപ്പോൾ ഈ കൊഞ്ച് സംഭവം ഉണ്ടല്ലോ, ഈ കൊഞ്ചും വള്ളിപ്പയറും കൂടെ നല്ല വെന്ത് മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആലപ്പുഴ സൈഡിലുള്ള റെസിപ്പി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പികളാണ് നമ്മൾ ഉണ്ടാക്കാൻ ഇനി പോണത്. ഉണ്ടാക്കി കഴിച്ചു നോക്കാം, അങ്ങനെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ ഇടിച്ച് ചതച്ച് വെച്ചില്ലേ കൊച്ചുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിനകത്ത് തട്ടാം. കാരണം എല്ലാവരും പറയുന്ന കാര്യമാണ്, സൂരജെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് നല്ല കറി പോലെ ഉണ്ടാക്കി കഴിക്ക്, ഈ വെറും പച്ചയായിട്ട് കഴിക്കാതെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതുപോലത്തെ റെസിപ്പികളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ അധികം മസാലയൊന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല. എന്നാൽ ഇത് നമ്മളെ ക്രസ്റ്റ് ചില്ലി, നേരത്തെ നമ്മൾ പൊടിച്ചെടുത്ത ക്രസ്റ്റ് ചില്ലി, അത് വറ്റൽമുളക് ഉണ്ടല്ലോ, അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തതാണ്, പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ എടുക്കാമേ. കറിവേപ്പില ഇട്ട് ഇനി നമുക്ക് കിണ്ടിയെടുക്കാം. ഓക്കെ, നല്ലപോലെ ഇളക്കാം. പിന്നെ മൊത്തം കുക്കിങ്ങാണ്, ചെറിയൊരു വൈകി, അതുകൊണ്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. നമ്മളെ കൊഞ്ചും പയറും വെന്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെന്ത കൊഞ്ചും പയറും കൂടെ ഇതിലോട്ട് അങ്ങ് തട്ടാണ്. വെന്ത കൊഞ്ചും പയറും കൂടെ നമ്മൾ തട്ടയാണ്. നല്ല കളർഫുള്ളായിട്ടുണ്ട്, എല്ലാം കാണാൻ നല്ല പച്ചയും മഞ്ഞയും കളറിലുള്ള നല്ല കളർഫുള്ള് വെറൈറ്റി സാധനമായിരിക്കും, കഴിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ നമുക്ക് ഇളക്കാം. ഈ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് ശകലം കുറവാണ്, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാമേ. പിന്നെ പാകത്തിന് ഇട്ടാതിരിക്കാം. നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കറി നമ്മൾ ഈ ഒരു എന്താ പറയുക, ഉപ്പേരിന്ന വിഴുക്ക് വരട്ടിയെന്ന കൊഞ്ച് മെഴുക്ക് വരട്ടിയെന്ന് എന്തുവേണം പറയാം. അപ്പോൾ ആ ഒരു സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഈ ഒരു ഡിഷിൻ്റെ പേരറിയാമെന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് ആലപ്പുഴ സൈഡിലുള്ളൊരു കറിയല്ല, ഇതൊരു സംഭവം എന്നാണ് പറഞ്ഞിരിക്കണേ. ഈ ഒരു സംഭവം തോരനും അല്ല, മെഴുക്ക് വരട്ടി ടൈപ്പാണ്. കാരണം നമ്മളെ വള്ളിപ്പയറും ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശകലം മഞ്ഞപ്പൊടിയും കൊഞ്ചും വള്ളിപ്പയറും ഇട്ട് ജസ്റ്റ് ഒന്ന് അവിച്ചെടുത്തിട്ട് ക്രസ്റ്റ് ചില്ലിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ഇട്ട് ശകലം. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ശകലം അങ്ങനെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ശകലം തീ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുക്കാവും. അല്ല, നമുക്കിന്നെ അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ തീയൊന്നും ഇട്ടിട്ടില്ല, തീയൊക്കെ ഓഫ് ചെയ്തു, തീയൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ നല്ലൊരു ഇതുകൂടെ കിട്ടും. അത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഫിനിഷിങ് എത്തി. ഇനി നമുക്കിനി ചോറും മറ്റേ ഇടുക്കിയിലുള്ള കുട്ടിക്കാനത്തുള്ള ആ ഒരു വനജാൻറ്റിയുടെ കറിയും പിന്നെ ആലപ്പുഴയുള്ള ആ ഒരു റെസിപ്പിയും കൂടെ ചേർത്ത് നമുക്കിന്ന് ചോറ് കഴിക്കാം. എങ്ങനെ ഉണ്ടോയെന്ന് പറയാം. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നല്ല കയ്പുള്ള പച്ച പാവയ്ക്കയാണ്. അപ്പോൾ ഈ പാവയ്ക്ക നമുക്ക് കയ്പൊക്കെ മാറ്റിയിട്ട് നമുക്കിന്ന് വിഴുക്ക് വരട്ടിയായിട്ട് എടുക്കാം. ഓക്കെ,
വെറൈറ്റി പാവയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പാവയ്ക്കൊന്നും അതിൻ്റെ കുരു അധികം ഇല്ലാത്ത, പിന്നെ നല്ല നൈസായിട്ട് കട്ട്, നല്ല പിഞ്ചാണ്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ വെട്ടിയെടുക്കുമ്പോഴും. നല്ല ഡിസൈൻസ് ഉണ്ട്, അടിപൊളി. ഇതങ്ങ് തിന്ന് നോക്കണം പച്ചയ്ക്ക്. ഇത് പഴുത്താണോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാവയ്ക്ക ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല തന്നെ. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് പാവയ്ക്ക ഇഷ്ടമാണോ? പാവയ്ക്ക ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ്. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും. പാവയ്ക്ക ഇല്ലാണ്ട് ചോറിറങ്ങാത്ത കുറേ മനുഷ്യന്മാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പാവയ്ക്ക ഇത്ര അഡിക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ പിന്നെ കണ്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പാവയ്ക്ക ഇഷ്ടമില്ല, ഞാൻ അങ്ങനെ കഴിക്കാനൊന്നുമില്ല. എത്ര വെച്ചാലും കയ്പ്പ് മാറും. പിന്നെ കയ്പ്പില്ലാതെ ചെയ്യും, എന്നാലും ഒരു ചെറിയൊരു ചവർച്ച് അത് ചിലർ വനജാൻറ്റിയുടെ കറി. ഇടുക്കി ഇവിടെ ഉള്ളത് കരിമ്പുന്നോ? ചോറിന് ബെസ്റ്റാണ് കേട്ടോ.